അതോടൊപ്പം തന്നെ ഈ വ്യാജ മുക്തിയാറുണ്ടാക്കി സ്ഥലം വിൽപ്പന സ്ഥലം വിൽപ്പന നടത്തി. അപ്പൊ അതിനകത്ത് ഈ സെബാസ്റ്റ്യൻ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ചേട്ടൻ അതിനകത്ത് ഈ സെബാസ്റ്റ്യൻ പോലീസുകാരോട് പറഞ്ഞിട്ട് കാര്യമാണ് ഈ ചേട്ടൻ ഓഫർ ചെയ്തിട്ടുണ്ട് സ്ഥലത്തിന്റെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് സെബാസ്റ്റ്യൻ ആ സ്ഥലത്തിന്റെ കാര്യം അത് 2017 ഈ പെറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഒരു മാസം 2 മാസം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് സെബാസ്റ്റ്യനെ കാണുന്നത്. വീട്ടിൽ പോയി ബിന്ദു എവിടെയെന്ന് ചോദിക്കാനാണ് പോകുന്നത്, അല്ലാതെ വസ്തുവിന്റെ കാര്യം സംസാരിക്കാനല്ല. അപ്പം ഈ കാര്യങ്ങളും പറഞ്ഞു പുള്ളി കുറെ. പക്ഷെ വേറൊരു കാര്യം പുള്ളി പറഞ്ഞു, എനിക്ക് ഓഫറല്ല. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഈ HDFC ബാങ്ക് പാരഡൈസ് തിയേറ്ററിൽ ചേർത്തല അവിടെ ബിന്ദു സെബാസ്റ്റ്യൻ ബിന്ദു എന്റെ പേരിൽ 50 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ബാങ്ക് മാനേജറെ സെബാസ്റ്റ്യന് പരിചയമുണ്ട്. നമുക്ക് അടുത്ത ദിവസം ഞാൻ ചെല്ലുന്ന ഒരു ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച രാവിലെ നമുക്ക് പോയി അത് എടുക്കാം എന്ന് പറയും. ബിന്ദുവാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ അതിന്റെ അത് ഓഫറൊന്നുമല്ല. അന്ന് മര്യാദയ്ക്ക് ഞാൻ അത് ഇതാക്കി വിശ്വസിച്ച് ഇവിടെ കാരണം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ചിലപ്പോൾ കീറുകയും ചെയ്തു തരും. എന്റെ അറിവിൽ പോലീസ് പറഞ്ഞ അറിവ് വെച്ച് 2006. ഓക്കെ, അല്ല അത് നമ്മൾ ഉദ്ദേശിച്ച് ഞാൻ ഇപ്പം നടക്കുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കും, എന്തായി സാറേ പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാന്നുള്ള മറുപടി അല്ലാതെ അതെന്താണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫുൾ ടീം അതിനുവേണ്ടി മെനക്കൊണ്ടിരിക്കുകയാണ്. അല്ല ചുമ്മാ എന്നെ വിളിച്ചു വരുത്തുവോ? അന്നത്തെ കാലത്ത് സഹോദരി സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടന്നില്ല എന്നുള്ള പോലീസിനെ സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതിയുടെ ഭാഗമായിട്ടൊന്നും എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശവും കാര്യങ്ങളൊന്നും എനിക്ക് അന്നത്തെ കാലത്ത് നടന്നു. ഞാൻ അതിനു വേണ്ടി മെനക്കെട്ടിട്ടാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ലാസ്റ്റ് നടപടിയില്ലാതെ വന്നിട്ട് മീഡിയയുടെ ഇതോടുകൂടിയാണ് ഇത് രണ്ടാമത്. അതിന് ഞാനിപ്പോ എന്ത് ടൈപ്പുള്ള പരാതിയാണ്? ഞാൻ അതിന് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു അപ്രോച്ചോ ഉദ്ദേശിച്ച രീതിയിലുള്ള സ്പീഡോ അതിനുണ്ടായില്ല. അപ്പം പിന്നെ അല്ല ഓക്കെ. അല്ല സെബാസ്റ്റിനെ കുറിച്ച് ജൈനമ്മയുടെ കേസുകളൊന്നും അല്ല ഞാനത് കേൾക്കും. ഞാൻ പുള്ളിയെ എന്റെ പെങ്ങളെ എവിടെയൊന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങേരുടെ ഒക്കെ ചെന്നപ്പം തുടക്കം മുതൽ പുള്ളി കാണിച്ച കാര്യങ്ങളും തുടക്കം മുതൽ പുള്ളി പറഞ്ഞ കള്ളങ്ങളും ഈവൻ ഇപ്പോൾ ഒരു മനോജിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അയാളെ പുള്ളി പുറത്ത് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുമെന്നറിയാം എങ്ങനെയാ ബിന്ദു വന്നേ. അപ്പം വിളിക്കണ്ട, അതിനു മുമ്പ് തന്നെ പുള്ളി വന്നു കഴിഞ്ഞിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുക കാണുമ്പോൾ അറിയാം. എന്നിട്ട് 500 രൂപ തന്നു. വണ്ടിക്കൂലി കൂടാതെ മറ്റേ 500 രൂപ ബിന്ദു കൊടുത്തെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ലേഡിയെ ഫോണിൽ വിളിക്കുക, ഫോണിൽ ലേഡി ഇങ്ങോട്ട് വിളിക്കുന്നു, എന്നിട്ട് എന്നെ കേൾപ്പിക്കുകയാണ്. ആരാണെന്നറിയില്ല, ഒരു ലേഡി സൗണ്ട് കേൾപ്പിക്കുകയാണ് എന്നെ. ബിന്ദു എന്തിനാ അവിടെ വരുന്നതെന്നൊക്കെ പുള്ളിയോട് ചോദിക്കുന്നതായിട്ട്. പിന്നെ ഈ 50 ലക്ഷം രൂപ ഇട്ടിരിക്കുന്ന കാര്യം പുള്ളിയായിട്ട് ഞാൻ പോയില്ല. ഞാനൊന്ന് ജസ്റ്റ് ബിന്ദുവിനെ അവിടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് തിരക്കാൻ വേണ്ടി പോയി. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ അതൊന്നും ഉറപ്പല്ലേ ഈ പുള്ളി ആള് പക്ക അങ്ങനെ തന്നെ. അങ്ങനെ അല്ല ഇത്രയും മീഡിയ കവർ ചെയ്യുന്നു, ഇത്രയും എത്ര നാളായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇതിനു മുമ്പ് ഓരോ വിഷയം ഉണ്ടായപ്പോഴും ഇത് രണ്ടാമത് പല പ്രാവശ്യമായില്ലേ ഇപ്പം. അപ്പം ആളെവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അല്ലെ ബിന്ദു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബിന്ദുവിനിപ്പോ വരുന്നതിന് എന്താ കുഴപ്പം? എന്തും വേണ്ടി സ്വത്തുക്കളുണ്ട്, എന്തും വേണ്ടി അവസ്ഥകളുണ്ട്, എന്താ പ്രശ്നം വരാം? ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ഓഫർ നൽകുകയോ അത്തരം എന്തെങ്കിലും? ഇല്ല ഞാൻ അതാ പറഞ്ഞ ഓഫറല്ല. ഞാൻ പറഞ്ഞ ബിന്ദുവിന്റെ പേരിൽ ഇട്ട പുള്ളിക്കറിയാം അത് പോയി എടുക്കാം എന്ന് പറഞ്ഞല്ലാതെ ഓഫറായിട്ടൊന്നും.